മൂന്ന് സംഭവങ്ങൾ, രണ്ടെണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ്, ഒന്ന് മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാന തലത്തിൽ വലിയ വാർത്തയാകേണ്ട സംഭവം. അതിൽ ഒരു സംഭവം ചെറിയ വാർത്തയായി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ രണ്ട് സംഭവങ്ങൾ വാർത്തയേ ആയില്ല എന്ന് പറയുന്നില്ല. തിരുവനന്തപുരത്തെ രണ്ട് സംഭവങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക പേജിൽ ഒതുക്കി നമ്മുടെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഒന്നോ രണ്ടോ വാർത്ത നൽകി അതിന് പിറകെ പോയതേയില്ല. അന്തിച്ചർച്ച പോലും നടത്തേണ്ട വിഷയമാണ്. മറ്റൊന്ന് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവം ചെറിയ തോതിൽ വാർത്തയാകുകയും ഒരു അന്തിച്ചർച്ചയൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി അത് കെട്ടടങ്ങുകയും ചെയ്തു. സംഭവം മറ്റൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ നടന്ന രണ്ട് സംഭവം. ഒന്ന്, DCC നേതാവ്, ജില്ലാ കോൺഗ്രസ് നേതാവ് മണികണ്ഠൻ നടത്തിയ തട്ടിപ്പാണ്. 10 കോടി രൂപയുടെ തട്ടിപ്പ്. ഒരു വീട്, സ്ഥലം, അതിൻ്റെ ഉടമ വിദേശത്താണ്. ആ വീടും സ്ഥലവും വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെടുക്കുക. അതും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവ്, DCC ഭാരവാഹി മണികണ്ഠൻ. കേരളത്തിൽ എവിടെ ഈ വാർത്ത വന്നിട്ടുണ്ട്? സംസ്ഥാന തലത്തിൽ ആർക്കെങ്കിലും ഈ വാർത്തയെക്കുറിച്ച് അറിയാമോ? ഈ സംഭവത്തെക്കുറിച്ച് അറിയാമോ? ഈ സംഭവം നേരെ തിരിച്ച് CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ? എത്ര ദിവസത്തോളം ചർച്ച ചെയ്യുമായിരുന്നു? എത്ര വാർത്തകൾ വരുമായിരുന്നു? AKG സെന്ററിൽ ഇരിക്കുന്ന MP ഗോവിന്ദൻ മാസ്റ്റർക്ക് പോലും ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന വാർത്തകൾ ഇവിടെ ചമച്ചേനെ. എന്നാൽ ഒന്നുമില്ല, പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോയി ആ വാർത്ത. നമ്മുടെ മാധ്യമങ്ങൾ അതിന് ഒരു പരിഗണന നൽകിയില്ല. എന്തൊരു പ്രിവിലേജാണ് നൽകുന്നത് എന്നോർക്കണം. മറ്റൊരു സംഭവം, മലയാള മനോരമയുടെ ലേഖകനാണ്, പ്രാദേശിക ലേഖകനാണ്, കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആനാട് ശശി മാധ്യമപ്രവർത്തകനാണ്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി പരിചയമുള്ള ആളുകൂടിയാണ് ആനാട് ശശി, നെടുമങ്ങാട് ലേഖകൻ മലയാള മനോരമയുടെ. ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തുള്ള എന്തെങ്കിലും വാർത്തകൾക്ക് വേണ്ടി വിളിക്കുന്ന, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ആശ്രയിക്കുന്ന വ്യക്തി കൂടിയാണ് ആനാട് ശശി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പണം 1 കോടിയിലധികം രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കാണ്. പക്ഷേ അദ്ദേഹത്തിന് പണം തിരിച്ചു കിട്ടുന്നില്ല. നെടുമങ്ങാട് മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ റെസിഡൻസ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. എന്താണ് അവസ്ഥ? നമ്മുടെ മാധ്യമങ്ങൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, പ്രാദേശിക നേതാവാണ്, മലയാള മനോരമയുടെ ലേഖകൻ കൂടിയാണ്. അദ്ദേഹം മരിച്ച സംഭവം തിരുവനന്തപുരത്ത് മലയാള മനോരമ പ്രാദേശിക ലേഖകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാർത്താ പ്രതിനിധിയാണ് മരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതും പ്രാദേശിക പത്രത്തിൽ മാത്രം. എന്നാൽ ജില്ലയ്ക്ക് പുറത്ത് അത് നിക്ഷേപകനായി മാറുന്നു. മലയാള മനോരമയുടെ ലേഖകനാണ് എന്ന് ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റ് എഡിഷനുകളിൽ മനോരമ പറയുന്നേയില്ല. അതുമാത്രമല്ല, സഹകരണ ബാങ്കാണ്. നമ്മുടെ മുന്നിൽ CPIM ഭരിക്കുന്ന ചില സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതികളെ കുറിച്ചുള്ള വാർത്തകളുണ്ട്. പേര് പോലും പറയേണ്ട, ഇത്രമാത്രം പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഏതാണ് ബാങ്ക്, ഏത് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അത്രമാത്രം വാർത്തകൾ നൽകി അത് നമ്മുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ സംഘം, സഹകരണ ബാങ്ക്, ഇതേക്കുറിച്ചുള്ള ഒരു വാർത്ത ആ പ്രാദേശിക തലത്തിൽ മാത്രം ഒതുങ്ങും നമ്മുടെ മാധ്യമങ്ങൾക്ക്. നോക്കണം, എന്തൊരു പ്രിവിലേജാണ്. ഇനിയിപ്പോൾ മറ്റൊന്ന്, മുസ്ലിം ലീഗ് നേതാവ്, യൂത്ത് ലീഗിലെ ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ അനുജൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിടിക്കുന്നു. കേസ് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം അത് സംബന്ധിച്ച് അന്തിച്ചർച്ച നടന്നിരുന്നു. അതും കോടിയേരി ബാലകൃഷ്ണനെയും ബിനീഷ് കോടിയേരിയെയും ബന്ധപ്പെടുത്തി കൊണ്ടാണ് ചർച്ച നടന്നത് എന്നുകൂടി ഓർക്കണം. അതോടുകൂടി അതും അവസാനിച്ചു. PK ഫിറോസിന് പകരം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ സഹോദരനാണ് ഈ കേസിൽ പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തായിരിക്കും വാർത്ത? എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുക? എത്ര ദിവസം അന്തിച്ചർച്ച നടന്നിരിക്കും? VK സനോജിനെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ. അത്രയ്ക്കും വലിയ ക്യാമ്പയിൻ കേരളത്തിൽ നടന്നേനെ. പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും അത് ലൈവായി സംപ്രേഷണം ചെയ്യാൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തയ്യാറായേനെ. നമ്മുടെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളിൽ 1-ാം പേജിൽ വാർത്തകൾ നിരന്ന് വന്നേനെ. അവസാനം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് VK സനോജിന് രാജിവെക്കേണ്ടി വന്നേനെ. അത്രമാത്രം വലിയ സംഭവമായി മാറ്റുമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. ഇതാണ് മാധ്യമങ്ങൾ കോൺഗ്രസിന്, UDFന് നൽകുന്ന പ്രിവിലേജ്.
എന്തൊരു പ്രിവിലേജാണ് എന്ന് നോക്കണം. 3 സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അടുത്ത കാലത്ത് നടന്ന, വലിയ കാലത്തേക്ക് പുറകോട്ട് പോവുകയൊന്നും വേണ്ട, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിങ്ങനെ നിരത്താൻ കഴിയും. നമ്മുടെ മാധ്യമങ്ങൾ UDF-നെ സഹായിക്കാൻ, UDF-നോടൊപ്പം നിൽക്കാൻ, UDF-നെ അധികാരത്തിലേറ്റാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുന്നത്, എത്രമാത്രം UDF-ന് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ 3 ഉദാഹരണങ്ങൾ എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ UDF-ന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ്. അത് ശരിവെക്കുകയാണ് ഈ 3 സംഭവങ്ങളും ചെയ്യുന്നത്.